ഹലോ, ടിപ്സ് ആൻഡ് ട്രയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കക്കയിറച്ചി ഉലർത്തിയതാണ്. അതിന് മുമ്പായിട്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് കക്ക ഇറച്ചി കഴുകി വാരിയെടുക്കണം. ഞാനിവിടെ 1 കിലോ കക്ക ഇറച്ചിയാണ് ഉണ്ടാക്കുന്നത്. കക്ക ഇറച്ചി നന്നായിട്ട് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് വാരിയെടുക്കണം. കക്ക ഇറച്ചി കഴുകി വാരിയെടുക്കുമ്പം വെള്ളത്തിനൊരു വെള്ള കളർ വരും. ആ കളറ് മാറുന്നോടം വരെ നമ്മൾ കഴുകണം. ഇതിപ്പോൾ ഞാനൊരു 5-ാമത്തെ പ്രാവശ്യമാണ് കഴുകുന്നത്. ഇപ്പോൾ കണ്ടോ വെള്ളത്തിൻ്റെ കളറ്. ഈ കളറ് ഏകദേശം വരുന്നോടം വരെ നമ്മൾ കക്ക ഇറച്ചി നന്നായിട്ട് കഴുകി വാരി എടുക്കണം. കക്ക ഇറച്ചി മുഴുവനായിട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. കക്ക ഇറച്ചി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ച് വെക്കരുത്. കാരണം കക്ക ഇറച്ചിക്കകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ തിളച്ച് വരുമ്പോഴത്തേനും കക്ക ഇറച്ചിക്കകത്ത് വെള്ളം തന്നെ ഇറങ്ങി വന്നോളും. അതുകൊണ്ട് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിച്ച് വെക്കരുത്. കക്ക ഇറച്ചി വെന്ത് വരുമ്പോഴത്തേനും നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരിപ്പ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, തേങ്ങ ഒഴികെയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഏലക്കയും ഗ്രാമ്പൂവും തക്കാളിയും ഒന്നും മുഴുവനായിട്ടിട്ട് ക്രഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്കതിന് പകരം ഗരം മസാല യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗരം മസാല ആഡ് ചെയ്യുന്നത് ഇപ്പോഴല്ല. ഗരം മസാല ആഡ് ചെയ്യുന്നത് നമ്മൾ കക്ക ഇറച്ചി ഉലർത്തുന്ന കൂടെയാണ്. ഇപ്പം അന്നേരം നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും തേങ്ങയും മാത്രമേ അരച്ചെടുക്കുകയുള്ളൂ. ഞാനിവിടെ ഉള്ളിയും സ്പൈസസും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കക്ക ഇറച്ചി വെന്തോന്ന് നോക്കിയിട്ട് വരാം. കക്ക ഇറച്ചി ഇവിടെ വേകാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെക്കാം. കക്ക ഇറച്ചി ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റോളം ഇപ്പം വെച്ചിട്ടുണ്ട്. കക്ക ഇറച്ചിയുടെ വേവ് ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഊറ്റിയെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മീറ്റ് മസാല 1/2 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒരുപോലെ അരപ്പ് പിടിക്കണം. ചൂടുള്ളത് കൊണ്ട് സ്പൂൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മുളക് പൊടികൾ ഇടുന്നത് കൊണ്ട് കൈ പുകയാനുള്ള ചാൻസും ഉണ്ട്. ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാവർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കക്ക ഇറച്ചി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെക്കുക. ഒരു 2.5 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഞാനിവിടെ ഒരു 4-5 ഇതൾ ഇട്ടിട്ടുണ്ട്. കരിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ചോട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ തീ കൂടുതലാണെങ്കിൽ കുറച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കക്ക ഇറച്ചി നന്നായിട്ട് ഡ്രൈ ആവുന്നോടെ വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിപ്പോൾ ഏകദേശം ഇത്രയും എത്താനായിട്ട് ഒരു 30 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.